ഹായ് ഗെയ്സ്, എല്ലാവർക്കും വീണ്ടും ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ കണ്ടൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ കണ്ടൻറ്റ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു, വേറെ കണ്ടൻറ്റാണ്. വാട്സപ്പിനെ കുറിച്ചിട്ടാണ് ഈ കണ്ടൻറ്റ്. പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, ഉപയോഗിക്കാം, എങ്ങനെയാണ് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നത് എന്നൊക്കെ ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയമില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വാട്സപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ, പുതിയ അംഗമാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുക്കുക. ആ ലിങ്ക് കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ന്യൂ യൂസറാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പം നിങ്ങളെ കയ്യിലുള്ള നമ്പറൊക്കെ കൊടുത്ത്, കൺട്രിയൊക്കെ കൊടുത്ത്, നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്, നിങ്ങൾ ഏത് രാജ്യത്താണ് താമസിക്കുന്നത്, ആ രാജ്യം എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക, സെറ്റ് ചെയ്യുക, നമ്പർ കൊടുക്കുക. അടുത്ത ഇതിൽ OTP വരും. അപ്പം നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അന്ന് നോക്കി ഇങ്ങനെ പടയ്ക്കുക, ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് ഫസ്റ്റ് ഇങ്ങനെ ഹോം പേജിൽ എന്താ പറയുക, പുതിയ അംഗങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പുതിയ അംഗങ്ങളെ എങ്ങനെയാണ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കോൺടാക്റ്റിൽ എങ്ങനെയാണ് സ്റ്റോറേജിൽ സിമ്മിലും സേവ് ചെയ്ത് വെക്കണം, അതുപോലെ തന്നെയാണ് ഇതിലും സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് സക്സസ് ആക്കുക. എന്നിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ്. എനിക്ക് കുറേ അംഗങ്ങളുണ്ട്. ആ ഒരു പറഞ്ഞ അപ്ഡേറ്റ് ഇതിൽ എവിടെയാണ് വരുന്നത് അറിയോ? എവിടെ വരണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് വരിക. അത് എന്താണെന്നറിയോ? AI ടൂളാണ്. നിങ്ങൾക്കറിയാം AI ടൂള് എന്താണെന്ന്, കൂടുതൽ വിസ്തരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അപ്ഡേറ്റ് എനിക്ക് വന്നിട്ടില്ല, നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ലെന്നും വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ആവണ വരെ നിങ്ങൾ ക്ഷമിക്കുക, നന്നായിട്ട് ക്ഷമിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ എനിക്കത് വരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ കണക്റ്റഡ് അല്ല, പക്ഷേ ഞാൻ എന്നും കാണുന്ന ഒരു വീഡിയോസ് ഉണ്ട്, ഈ വാട്സപ്പിന് യൂട്യൂബിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരാൾ. അദ്ദേഹം വാട്സപ്പിൻ്റെ ലാസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അപ്ഡേറ്റ് അതിൽ AI ടൂളിൻ്റെ ഇതാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ
ഉപയോഗപ്രദമാക്കാം, നിങ്ങൾക്ക് തന്നെ ഉപകാരപ്രദമാക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെയാണ് അതിലിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അത് വലിയ അത്ഭുതം തോന്നി. എന്തായാലും നമുക്കും നിങ്ങൾക്കും ഉപകാരപ്രദം, എന്തായാലും നമുക്കും എനിക്കും നിങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് ആ അപ്ഡേറ്റ് വരിക. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു ഫോൾഡർ ആയിരിക്കും കാണാം. ഇത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക. ഇതിങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്കാണല്ലോ ദൈവമേ, ഞാനിപ്പോൾ എന്താ ചെയ്യുക, എനിക്ക് വായിൽ നന്നായിട്ട് വിശക്കുന്നു, ഞാൻ എന്താ ചെയ്യുക, അടുക്കളയിൽ പോയിട്ട് ഒന്നുമില്ലല്ലോ, എന്താ ചെയ്യുക, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലെന്ന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, അതിന് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്, എനിക്കറിയില്ല എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എന്ന് നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്കറിയില്ല. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ഈ AI ടൂൾ വഴി അറിയാം, വാട്സപ്പിൽ. അപ്പോൾ അത് എന്താണെന്ന് ടൈപ്പ് ചെയ്യുക. ആ AI ടൂളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഇരിക്കും. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ലാസ്റ്റ് ഇംഗ്ലീഷിലാണ്, അതല്ലെങ്കിൽ ആദ്യം ഇംഗ്ലീഷിലുള്ള അവസാനം മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ആരോ മാർക്ക് കാണും, അത് എൻ്ററാണ്. അത് എൻ്റർ ചെയ്യുക. മില്യൺ സെക്കൻഡിൽ അവർ റിപ്ലൈ തരും. ചിലപ്പോൾ നമ്മളെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോവുക, അതല്ലെങ്കിൽ യൂട്യൂബിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും നമുക്ക് സന്തോഷമാവും. ശരിക്കും ഉപകാരപ്രദമായിരിക്കും. ശരിക്കും ഉപകാരമുണ്ടായിരിക്കും, നല്ല ഉപകാരമായിരിക്കും. ജീവിതകാലം മുഴുവൻ ഈ അപ്ഡേറ്റ് എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കത് വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ അവിടെ വീട്ടു ജോലിക്ക് നിൽക്കുന്നവരും പിന്നെ വീട്ടു ജോലിക്ക് പോകാത്തവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കിടപ്പ് രോഗികളായിട്ട് കഴിയുന്നവർ, വേദനകളായിട്ട് കഴിയുന്നവരുണ്ടാവും. അവർക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഒരു വാട്സപ്പ് അപ്ഡേറ്റ്. അപ്പോൾ ഒന്നും അറിയാത്തവരുണ്ടാവും, കുക്കിങ് ചെയ്യാത്തവരുണ്ടാവും, അതെന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് വാട്സപ്പിൽ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്ത് ചെയ്യുക, നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ വാച്ച് ചെയ്യുക. അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. എനിക്കത് വന്നിട്ടില്ല. അപ്പോൾ അത് വരെ ഇതിവിടെ ആയിട്ടാണ് വരിക. അപ്പം അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ. അത് അവിടെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. ഇവിടെ ഒരു ആരോ മാർക്ക് കാണും, അത് എൻ്ററാണ്. അത് എൻ്റർ ചെയ്യുന്ന സമയത്ത് മില്ലി സെക്കൻഡിൽ റിപ്ലൈ കിട്ടും. ഇപ്പോൾ ക്യാറ്റിന് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മില്ലി സെക്കൻഡിൽ അവർ ഒരു അയച്ചു തരും. നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്യുക. എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവർ അയച്ചു തരും.
നല്ല അപ്ഡേറ്റ്. നിങ്ങൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തൊഴിൽ പോയിട്ട് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വരാത്തതുകൊണ്ട് ഇനി അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത മാസം ഈ മാസം അങ്ങോട്ട് വാട്സപ്പ് അപ്ഡേറ്റ് വരും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഈ അപ്ഡേഷൻ വന്നിട്ടുള്ള അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവം. അത് അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ.